പിന്നെ നമ്മൾ ഡോക്ടേഴ്സിനെ ഹയർ ചെയ്യുമ്പോൾ അവരെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഡോക്ടേഴ്സിനും കുറച്ച് പെയിൻസ് ഉണ്ട്, അതേപോലെ പേഷ്യൻസിനും കുറേ പെയിൻസ് ഉണ്ട്. എക്സാമ്പിൾ പറയുക നമ്മൾ GP ഡോക്ടേഴ്സ് പറയുകയാണെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 hours ഡ്യൂട്ടി എടുക്കുന്നത് അറിയില്ല, കാഷ്വാലിറ്റി ഡ്യൂട്ടീസാണ് കൂടുതൽ അവർ എടുക്കുക. അപ്പോൾ അത് വലിയൊരു ബേർഡനായി 12 മണിക്കൂർ ഡ്യൂട്ടി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സ്ട്രെസ്സായിട്ടുള്ള ജോലിയാണ്. നമ്മളൊരു പേഷ്യൻ്റ് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആക്റ്റായി വരുന്ന വരെ അവർക്ക് ടെൻഷനാണ്. നമ്മൾ വിചാരിക്കുന്ന വെച്ചാൽ നമ്മൾ ഒരു കൈക്കോട്ട് നടക്കുന്ന ആളാടി കൂടുതൽ എനർജി അവർ വേസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അവർ പേഷ്യൻ്റ് ഡിസ്ചാർജ് ആയാൽ പോലും ആ പേഷ്യൻസിൻ്റെ കോംപ്ലിക്കേഷൻസിൽ അവർക്ക് മൈൻഡിലുണ്ടാവും ഒരു പേഷ്യൻ്റ് ഡിസ്ചാർജ്. അപ്പോൾ അത്രയും ഇത് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാലറി പാറ്റേൺ പോരാ, ഈ ടൈമിങ് ലോങ് ആണ്, അതുകൊണ്ട് അവരെ ഫാമിലി അവർക്ക് മിസ്സാവുന്നുണ്ട്, അവരെ ഫങ്ഷൻസ് മിസ്സാവുന്നുണ്ട്. മിക്കതും ഹവേർലി സാലറിയാണ് ഇങ്ങനത്തെ GP ഡോക്ടേഴ്സ്. കാരണം എല്ലാവരും ഓടിച്ചിരുന്ന ആദ്യം ഒരു ജനറൽ ഡോക്ടറിൻ്റെ അടുത്തേക്കാണ്. ആ ജനറൽ ഡോക്ടേഴ്സ് നല്ല എക്സ്പേർട്ടുള്ള ആൾക്കാരായിരിക്കണം എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു നമ്മൾ ഇനീഷ്യലായിട്ട് എടുത്തിട്ടുള്ള കാര്യം. ഒരു പനിയോ ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഏബിൾ ക്യൂറിൽ പോയാൽ നല്ല ഡോക്ടേഴ്സ്, ഒരു 3 നല്ല ഡോക്ടേഴ്സിനെ തന്നെ നമുക്ക് ആദ്യം പ്ലേസ് ചെയ്യാൻ പറ്റി. അവരിന്നും 4 വർഷമായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. ഇപ്പം നമ്മൾ കേരളത്തിൽ 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന ഹോം കെയർ സർവീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അത് വേറെ ആരുമില്ല, 24 മണിക്കൂറും.